അപ്പോൾ കേരളത്തിൽ നിന്ന് മഴ പോവുകയാണ് എന്ന സൂചന നൽകുന്നതാണ് ഇന്നത്തെ കാലാവസ്ഥ റിപ്പോർട്ട്. കാലവർഷം ശക്തമായി ലഭിക്കേണ്ട സമയമാണ് മഴയില്ലാതെ ഇങ്ങനെ കടന്നു പോകുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പൊക്കെ അനുസരിച്ച് ഇന്ന് ഒരു ജില്ലകളിലും മഴ മുന്നറിയിപ്പില്ല കേട്ടോ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെയും അതേപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഫോർകാസ്റ്റ് റിപ്പോർട്ടും പരിശോധിച്ചാൽ ഇന്ന് സംസ്ഥാനത്ത് ഉടനീളം ഗ്രീൻ അലേർട്ടാണ്. ഒരിടത്തും ഒരു അലേർട്ടില്ല, എല്ലായിടവും പച്ച അലേർട്ടാണ് നിൽക്കുന്നത് 14 ജില്ലകളിലും. മഴയില്ലാത്തത് കൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിനും വിലക്കുകളൊന്നും തന്നെ ഇല്ല. മഴ ഒഴിയുന്നതോടുകൂടി സംസ്ഥാനത്തെ താപനില ശക്തി ആർജിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ജില്ലകളിലെ താപനിലയിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം താപനില വീണ്ടും ഒരു ഇടവേളയ്ക്കു ശേഷം കൂടി വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തിരുവനന്തപുരത്തെ കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസാണ്, കുറഞ്ഞത് 25 ഡിഗ്രി സെൽഷ്യസും. കൊച്ചിയിൽ കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. കോഴിക്കോട്ടേക്ക് വന്നാൽ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസാണ്, കുറഞ്ഞ താപനില 26. കണ്ണൂരിൽ പറയുന്ന പോലെ തന്നെ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ അതായത് മഴ പോയി ചൂട് വീണ്ടും കൂടി വരുന്നു എന്നൊരു തരത്തിലുള്ള ഒരു ദിനാന്തരീക്ഷ അവസ്ഥയാണ് ഇന്ന് എന്ന് വേണം മനസ്സിലാക്കാൻ.